Welcome to Arcade Stories. താളം ഭാഗം 74. രണ്ട് മണിക്കൂറിനടുപ്പിച്ചുള്ള യാത്രയും കഴിഞ്ഞ് വാര്യയിടത്തേക്ക് എത്തുമ്പോഴേക്കും സേതുവിന്റെ മടിയിൽ ഉറക്കം നടിച്ചു കിടന്നിരുന്ന റോസ് ശരിക്കും ഉറക്കത്തിൽ ആണ്ടുപോയിരുന്നു. വൈകുന്നേരം എപ്പോഴോ പെയ്ത മഴയുടെ നേരിയ തണുപ്പ് അവിടത്തെ അന്തരീക്ഷത്തിലും തങ്ങി നിൽപ്പുണ്ടായിരുന്നു. മുന്നിൽ വന്നു നിന്ന പ്രീമിയർ പത്മിനിയിൽ നിന്നും ഇറങ്ങിയ ചെറിയമ്മായി ഉൾപ്പെടെ എല്ലാവരും പുറകിൽ കൊണ്ടുവന്ന് നിർത്തിയ റോസിന്റെ കാറിൽ നിന്നും ആരും ഇറങ്ങാതിരിക്കുന്നത് കണ്ടതും കാറിനടുത്തേക്ക് ചെന്നു. പിൻസീറ്റിൽ ഉറങ്ങിക്കിടക്കുന്ന ദിനകരനും ശ്രീധരനും, അവരെ കൂടാതെ മുൻസീറ്റിൽ സേതുവിന്റെ മടിയിൽ തല വെച്ച് ഉറങ്ങിക്കിടക്കുന്ന റോസും. കണ്ടവരൊക്കെ ചിരിയായി. ഉറക്കത്തിൽ നിന്നും റോസിനെ വിളിച്ചുണർത്താനുള്ള വൈമനസ്യത്തോടെ സേതു പുറത്തു നിൽക്കുന്നവരെ നോക്കി ചമ്മലോടെ ചിരിച്ചു. അപ്പോഴേക്കും തറവാടിന് പുറത്തുള്ള റോഡിൽ കൊണ്ടുവന്ന് നിർത്തിയ ബസ്സുകളിൽ നിന്നുമുള്ള ആളുകളും ഇറങ്ങാൻ തുടങ്ങിയിരുന്നു. സേതുട്ടാ, കൊച്ചിനെ എടുത്തങ്ങ് തോളത്തേക്ക് ഇട്ടോ. ചെറിയമ്മായിയുടെ ആ ഡയലോഗ് കൂടി നിന്നവരിൽ ചിരി പടർത്തി. ആളുകളുടെ ചിരിയും സംസാരവുമാണ് ഉറങ്ങിക്കിടന്നിരുന്നവരെ ഉണർത്തിയത്. എഴുന്നേറ്റിരുന്ന് കണ്ണു തിരുമി കോട്ടുവായിട്ട് അവൾ പുറത്തു നിന്നും കാറിലേക്ക് ഉറ്റുനോക്കുന്നവരെ കണ്ട് മുഖം ചുളിച്ചു. അപ്പോഴേക്കും സേതു ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. എന്തുവാ? മുന്നിൽ നിന്ന് ചെറിയമ്മായിയോടാണ് റോസ് ചോദിച്ചത്. ഒന്നുമില്ല, മോളുടെ ഉറക്കം കണ്ടിട്ടാ എല്ലാവരും ചിരിച്ചത്. ഓ അതാന്നോ? അതിനിപ്പോ എന്താ? ഞാൻ എന്റെ കെട്ടിയോന്റെ മടിയിലല്ലേ കിടന്നുറങ്ങിയേ. ബസ്സിൽ നിന്നും ഇറങ്ങി അതിലൂടെ കടന്നുപോയ ശങ്കരന്മാരാർ അവൾ പറഞ്ഞത് കേട്ട് ചിരിച്ചും കൊണ്ട് നടന്നുപോയി. അവൾ നാക്ക് കടിച്ച് ചെറിയമ്മായിയെ നോക്കി കണ്ണുകൾ ചിമ്മി. ആ ഇറങ്ങ്, അതിനകത്ത് തന്നെ ഇങ്ങനെ ചമ്മി ഇരിക്കണ്ട. ചെറിയമ്മായി തുറന്നു പിടിച്ച വാതിലിലൂടെ പുറത്തേക്കിറങ്ങിയ റോസ് ഇട്ടിരുന്ന ചുരിദാർ നേരെയാക്കി. പുതുശ്ശേരിയിൽ വെച്ച് നനഞ്ഞിരുന്ന ധാവണി മാറ്റി വൃശ്ചികയുടെ ചുരിദാറാണ് അവൾ ധരിച്ചിരുന്നത്. ചെറിയമ്മാവനും ചെറിയമ്മായിയും അർജുനോടും നക്ഷത്രയോടുമൊപ്പം അവരുടെ വീട്ടിലേക്ക് നടന്നപ്പോ രണ്ടു ബസ്സുകളിലെയും ഡ്രൈവർമാർക്ക് കാശ് കൊടുത്ത് സെറ്റിൽ ചെയ്യുന്ന സേതുവിനെയും നോക്കി റോസ് കാറിൽ തന്നെ ചാരി നിന്നു. വണ്ടികളിൽ നിന്നും ഇറങ്ങിയവരൊക്കെ പിരിയാൻ തുടങ്ങിയിരുന്നു. ദിനകരനും സാവിത്രിയും തറവാട്ടിലേക്ക് കയറി. അവരിനി നാളെ കാലത്ത് ആശുപത്രിയിൽ ചെന്ന് ദേവിയെയും കൗമുദി വല്യമ്മയെയും കണ്ടിട്ടേ വീട്ടിലേക്ക് പോകുന്നുള്ളൂ. മക്കളില്ലാത്തത് കൊണ്ട് ഉത്തരവാദിത്തങ്ങളുമില്ല. കള്ളും വണ്ടിയിൽ നിന്നും ഇറങ്ങിയവരുടെ കൂട്ടത്തിൽ പാട്ടിന്റെ ഇരടികൾ അപ്പോഴും കേട്ടിരുന്നില്ല. കിളടി നിന്നെ ഞാൻ കെട്ടുന്ന കാലത്ത് 100 നോട്ട് കൊണ്ടാറാട്ട്, കണ്ണാണെ നീ എന്നെ കെട്ടിയില്ലെങ്കിലോ കണ്ണീരിലാണ് എന്റെ നീരാട്ട്. ഭാസ്കരനാണെന്ന് തോന്നുന്നു. ബസിന്റെ സൈഡിൽ കൊട്ടിയാണ് പാട്ട്. കാശ് ലഭിച്ചു കഴിഞ്ഞ ഡ്രൈവർമാർ ബസ്സുകളിലേക്ക് കയറി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തതും റോഡിൽ നിന്നും ഒരു ആരവം മുഴങ്ങി. അതോടൊപ്പം കയ്യടികളും സന്തോഷത്തിന്റെ കൂക്കുവിളിയും ഉയർന്നു. സേതുവനെ, അപ്പോ ഗുഡ് നൈറ്റ്. കൂട്ടത്തിൽ നിന്നും ആരോ വിളിച്ചു പറയുന്നുണ്ട്. ഒരു മിന്നായം പോലെ കാശ്യപ്പനെയും കണ്ടു അതിനിടയിൽ. പാപ്പുവാശാന്റെ പോക്ക് അറിയിച്ചും കൊണ്ട് മതിലിനപ്പുറം ആകാശത്തേക്കും റോഡിലേക്കും മാറി മാറി വീശി ഒരു ടോർച്ച് വെട്ടം മിന്നിത്തെളിഞ്ഞു. ആരവത്തോടെ അകന്നു പോകുന്ന ആൾക്കൂട്ടത്തിൽ നോക്കി കൈ വീശി കാട്ടിയിട്ട് സേതു അകത്തേക്ക് നടന്നു. ലക്ഷണമൊത്തൊരു കൊമ്പന്റെ ഗാംഭീര്യത്തോടെ തലയും ഇളക്കി മന്ദഗതിയിൽ നടന്നു വരുന്ന സേതുവിനെ കണ്ട് അവൾ പിറുപിറുത്തു. ഇടവും വലവും പഠിപ്പിച്ച് ഇങ്ങനെ മെരുക്കി എടുക്കണമെങ്കിൽ എന്റെ റോസമ്മോ, നീ കുറെ വേർക്കേണ്ടി വരും. നീ അകത്തേക്ക് പോയില്ലായിരുന്നു? അവൾ കടുത്ത് എത്തിയതും അവൻ ചോദിച്ചു. സേതുവേട്ടൻ വന്നിട്ട് ഒരുമിച്ച് പോകാന്ന് കരുതി. മടിയിൽ കിടന്നുറങ്ങിയതിന് അച്ഛനും കളിയാക്കിയെന്നേ. ആരെ? എന്റെ അച്ഛന്റെ കാര്യം തന്നെയാണോ നീ പറയുന്നേ? അതേയെന്ന് അവൾ മേൽപോട്ടും കീഴ്പോട്ടും തല കുലുക്കി. ആ പറഞ്ഞതത്ര വിശ്വാസമില്ലാത്തതുപോലെ അവൻ അവളെ അടിമുടിയൊന്ന് നോക്കി. ശരി വാ. മുന്നിൽ നടന്ന് അവന് പിന്നാലെ അടിവെക്കുമ്പോ നേരത്തെ ഭാസ്കരൻ പാടിയ പാട്ടിന്റെ വരികൾ അല്പം മാറ്റി അവൾ ഒന്ന് മൂളി. കുട്ടിക്കാലത്തു ഞാൻ പോയതാരിക്കു വേണ്ടി, കാശിങ്ങു വാരിയതാരിക്കു വേണ്ടി, വട്ടിക്കു നൽകിയ സമ്പാദ്യമൊക്കെയും ചിട്ടിയിൽ കൊണ്ടിട്ടതാരിക്കു വേണ്ടി. അവളുടെ പാട്ട് കേട്ട് സേതു തിരിഞ്ഞു നിന്നു. നടത്തം നിർത്തി അവൾ അവനെ നോക്കി ബേഷായിട്ടൊന്ന് ചിരിച്ചു കാട്ടി. അവർ ചെല്ലുമ്പോഴേക്കും ശങ്കരന്മാരാർ തന്റെ മുറിക്കകത്ത് കയറി വാതിലടച്ചിട്ടുണ്ടായിരുന്നു. സേതുവേട്ടന് ഇനി കഴിക്കാൻ വല്ലതും വേണോ? മുൻവശത്തെ വാതിലടയ്ക്കുന്നവനോട് അവൾ ചോദിച്ചു. യോ വേണ്ടായേ, വയർ ഇപ്പോഴും ഫുള്ള.
ഞാൻ കണ്ടു. എന്താ തീറ്റയാ സേതുവേട്ടാ? ഞങ്ങൾ ചെറുപ്പക്കാരെ പോലെയാന്നോ? പ്രായമായി എന്നൊരു ചിന്ത പോലുമില്ല. അവൻ തിരിഞ്ഞു നിന്നപ്പോഴേക്കും അവൾ മുറിക്കകത്തേക്ക് ഓടി കയറി കഴിഞ്ഞിരുന്നു. മുൻവശത്തെ ലൈറ്റ് അടച്ചിട്ട് സേതു അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ മാറാനുള്ള വസ്ത്രങ്ങളുമായി അവൾ ബാത്റൂമിലേക്ക് കയറാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. സേതുവേട്ടന് മേലെ എഴുതണോ? തല നനഞ്ഞതുകൊണ്ട് ഞാനൊന്ന് കുളിച്ചിട്ടേ കിടക്കുന്നുള്ളൂ. ഇല്ല, ചിലപ്പോ പനി വരും. നീ കയറിക്കോ, ഞാൻ കിടക്കാൻ പോവുക. ശരി. അവൾ കുളിമുറിക്കകത്തേക്ക് കയറി വാതിലടച്ചു. ഡ്രസ്സ് മാറിയിട്ട് കിടക്കയിലേക്ക് കിടന്ന് അവൻ ആലോചിച്ചതും റോസിനെ കുറിച്ച് തന്നെയായിരുന്നു. വെറുമൊരു പേരിന് വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞവൾ ഇപ്പോൾ പെരുമാറുന്ന രീതികൾ വലതും അസ്വസ്ഥമാക്കുന്നതിന് പകരം മനസ്സിനെ സന്തോഷിപ്പിക്കുകയാണ്. അവളുടെ കുസൃതികളും നോട്ടങ്ങളും പ്രവൃത്തികളുമൊക്കെ വരണ്ടു കിടക്കുന്ന മനസ്സിൽ പുതിയൊരു തെളിനീരുറവയ്ക്ക് ചാലി കീറുന്നുണ്ട്. ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ മനസ്സിൽ ഉയരുമ്പോൾ ബാത്റൂമിന്റെ വാതിൽ തുറക്കുന്ന ശബ്ദം അവൻ കേട്ടു. സേതുവേട്ടാ. വിളിയൊച്ച കേട്ട് മുഖമുയർത്തി നോക്കിയ അവന്റെ കണ്ണുകൾ പുറത്തേക്കുന്തി. കുളിമുറിയുടെ വാതിലിന് പാതി മറഞ്ഞു നിൽക്കുകയാണ് റോസ്. നഗ്നമായ ഇടത്തെ കൈയും തോളുമെല്ലാം വാതിലിന് പുറത്ത് കാണാം. പാവാട ഉയർത്തി മാറിന് കുറുകെ കെട്ടിവെച്ചിട്ട് വാതിലിന് മറഞ്ഞു നിൽക്കുന്ന അവളുടെ രൂപം കണ്ട് അറിയാതെ അവൻ മിടയിറക്കി. എന്താ? ഉള്ളിലെ ചലനങ്ങൾ ശബ്ദത്തിന്റെ വിറയലായി മാറി. അവളുടെ കണ്ണുകളിൽ കുസൃതി ഓളം വെട്ടി. ഞാൻ തോർത്തെടുക്കാൻ മറന്നു. ആ തോർത്തൊന്ന് എടുത്തു തരാവോ? തോർത്തോ? പിന്നെന്താ? അവന്റെ വെപ്രാളവും പരവേശവും കണ്ട് അവൾ ഓർക്കാതെ ചിരിച്ചുപോയി. അതോടെ അവന്റെ കണ്ണുകൾ കൂർത്തു. പുറത്തേക്ക് ഇറങ്ങി തോർത്തുമായി തിരികെ എത്തിയ അവൻ വാതിൽ അടച്ചിട്ട് കുളിമുറിയുടെ നേർക്ക് ചെന്നു. അവളെപ്പോഴും വാതിലിന് പിറകിലായി പാതി മറഞ്ഞു നിൽപ്പായിരുന്നു. ഇടത് കൈയിൽ പിടിച്ചിരുന്ന തോർത്ത് അവൻ അവൾക്ക് നേരെ നീട്ടി. അത് വാങ്ങാൻ അവൾ കൈ നീട്ടിയതും വലത് കൈ വാതിലിനകത്തേക്ക് ഇട്ടിട്ട് അവൻ അവളെ വെളിയിലേക്ക് ഉയർത്തിയെടുത്തു. അയ്യോ! പെട്ടെന്നുള്ള അവന്റെ ആ നീക്കത്തിൽ വിറച്ചുപോയ അവൾ കണ്ണുകൾ ഇറുക്കിയടച്ച് അവന്റെ കൈക്കുള്ളിൽ ഒതുങ്ങിക്കിടന്നു. അവിടെയായി നനഞ്ഞിരിക്കുന്ന പാവാട മാത്രം ഉടുത്തിരുന്നവളെ കിടക്കയിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ട് തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ തോർത്തുകൊണ്ട് അവളുടെ തല തുവർത്താൻ തുടങ്ങി. അല്പനേരത്തേക്ക് പകച്ചിരുന്നു പോയ റോസ് സാവധാനം കണ്ണുകൾ അടച്ച് കൈകൾ വിടർത്തി അവനെ വട്ടം പിടിച്ചിട്ട് അവന്റെ ശരീരത്തിലേക്ക് പൂർണ്ണമായും ചാരി ഇരുന്നുകൊണ്ട് തല തുവർത്താനായി ഇരുന്നു കൊടുത്തു. തല നന്നായി തുവർത്തിയതിനു ശേഷം അവൻ അവളുടെ മുഖവും തോളും കൈകളും കൂടി തുടച്ചു കൊടുത്തു. കണ്ണുകൾ അടച്ച് അവന്റെ പ്രവൃത്തികൾക്ക് വിധേയായി ഇരുന്നവൾ കവിളിലൊരു കിള്ളൽ കിട്ടിയപ്പോ ഞെട്ടി കണ്ണുകൾ തുറന്നു. ശ്വാസം കൊണ്ട് തൊടാൻ പറ്റുന്നത്രയും അടുത്ത് അവന്റെ മുഖം. അവളുടെ ശ്വാസം വിലങ്ങി. നെഞ്ചടിപ്പ് അവൻ കേൾക്കുമോ എന്ന് പോലും അവൾ ഭയന്നു. അത്യാവശ്യം എല്ലായിടത്തും തോർത്തിയിട്ടുണ്ട്. ഇനി ഉടുപ്പും കൂടി ഇടിച്ചു തരണോ? വേണ്ട. വിക്കിക്കൊണ്ട് അവൾ തലയിളക്കി. എന്നാ പോയി ഡ്രസ്സ് മാറ്. അല്പം രാസ്നാദി പൊടി ഇട്ടോ, മഴ നനഞ്ഞതിന്റെ കേടങ്ങ് മാറിക്കൊള്ളൂ. അവൻ നീട്ടിയ തോർത്ത് വാങ്ങി മാറും മറച്ചുകൊണ്ട് അപ്പോഴും അവൾ തലയിളക്കി. ബാത്റൂമിനകത്ത് കയറി വസ്ത്രങ്ങൾ മാറി പുറത്തേക്ക് ഇറങ്ങിയപ്പോ മുറിയിൽ സേതു ഉണ്ടായിരുന്നില്ല. റോസിന്റെ നെറ്റി ചൊളിഞ്ഞു. പാതി തുറന്നു കിടന്നിരുന്ന വാതിലിന്റെ ഇടയിൽ കൂടി പുറത്തു നിന്നുമുള്ള വെളിച്ചം അകത്തേക്ക് അരിച്ചു കയറുന്നുണ്ട്. എവിടെ പോയി? അവൾ വാതിൽ തുറന്ന് തല പുറത്തേക്കിട്ട് നോക്കി. എന്റെ കയ്യിലിരിപ്പ് കാരണം ഇനി എങ്ങനെ കാശിക്ക് പുറപ്പെട്ടു പോയോ ആവോ? നഖം കടിച്ച് ചുറ്റിനും നോക്കുന്നതിനിടയിൽ മുകളിലേക്കുള്ള പടികളിൽ ലൈറ്റ് കണ്ടതും അവളുടെ ശ്രദ്ധ അങ്ങോട്ടേക്കായി. മുകളിലുള്ള 2 മുറികൾ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ മാത്രം ഉപയോഗിക്കാറുള്ളതാണ്. അവിടെ മുൻവശത്തായി ചെറിയൊരു വരാന്തയുമുണ്ട്. കർത്താവേ, എന്നെ പേടിച്ച് ഇങ്ങനെ കിടപ്പ് മാറ്റിയോ? നെഞ്ചിൽ കൈവച്ച് അച്ഛന്റെ മുറിക്ക് നേരെ ഒന്ന് നോക്കിയിട്ട് പൂച്ചയെ പോലെ അടികൾ വെച്ച് അവൾ മുകളിലേക്ക് കയറി. മുകളിലത്തെ മുറികൾക്ക് മുന്നിലും ലൈറ്റ് തെളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. വരാന്തയിലേക്കുള്ള വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ട് അവൾ അങ്ങോട്ട് ചെന്നു. രാത്രിയുടെ മങ്ങിയ വെളിച്ചത്തിൽ ആ വരാന്തയിൽ സിഗരറ്റും പുകച്ചിരിക്കുന്ന സേതുവിനെ കണ്ട് അവളുടെ മുഖം ചുളിഞ്ഞു. മഴ വീണ്ടും ചെറുതായി ചാരി തുടങ്ങിയിരുന്നു. അടുത്തേക്ക് ചെന്ന് മുരടനകിയപ്പോ സേതു മുഖമുയർത്തി അവളെ നോക്കി ചിരിച്ചു. ഇതെന്താ സേതുവേട്ടാ, പുതിയൊരു ദുശീലം? പുതിയതല്ല, വല്ലപ്പോഴുമൊക്കെ വലിക്കാറുണ്ട്. പണ്ട് ബോംബെയിലായിരുന്നപ്പോ തുടങ്ങിയതാ. ആ ശീലം നമുക്ക് വേണ്ട. പറഞ്ഞതിനൊപ്പം അവന്റെ കയ്യിൽ എരിഞ്ഞുകൊണ്ടിരുന്ന സിഗരറ്റ് വാങ്ങി അവൾ താഴേക്കെറിഞ്ഞു. അവൻ ചിരിച്ചതേയുള്ളൂ. വായിരിക്ക്. അടുത്ത് കിടന്നിരുന്ന കസേര അവൻ കാലുകൊണ്ട് തട്ടി നേരെ നീക്കിയിട്ടപ്പോ അവൾ അതിലേക്കിരുന്നു. എന്താ മോളുടെ ഉദ്ദേശം? എടുത്തടിച്ചതുപോലെയുള്ള അവന്റെ ചോദ്യം കേട്ട് അവളുടെ മുഖം വിളറി. പുറത്തു പെയ്യുന്ന മഴയിലേക്ക് അവൾ നോട്ടം തിരിച്ചു. റോസ, നിന്നോടാ ചോദിച്ചേ? എന്തുദ്ദേശം? എനിക്കൊരു ഉദ്ദേശവും ഇല്ല. പിന്നെ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി നിന്റെ മാറ്റം എനിക്ക് മനസ്സിലാവുന്നില്ലെന്നാണോ?
കൈവിരൽ നഖത്താൽ കസേരയിൽ കോറിക്കൊണ്ട് അവൾ മുഖം കുനിച്ചു. എന്തേ, മറുപടിയില്ലേ? എനിക്കറിയില്ല. അവന്റെ മുഖത്തേക്ക് നോക്കാതെ തന്നെ പതിഞ്ഞ ശബ്ദത്തിൽ അവൾ പറഞ്ഞു. നീ ആഗ്രഹിക്കുന്നത് പോലെ തിരികെ സ്നേഹിക്കാൻ എനിക്ക് സാധിച്ചില്ലെങ്കിലോ? അതിന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്നെ സ്നേഹിക്കണമെന്ന്. പിന്നെ ഞാനെന്താ വേണ്ടത്? ആ കൈ മലർത്തിയിട്ട് അവൾ വീണ്ടും വെളിയിലേക്ക് നോക്കി. കുസൃതി നിറഞ്ഞ ചിരിയോടെ അവൻ കാൽവിരൽ കൊണ്ട് അവളുടെ കാലിൽ തോണ്ടി. കസേര പിന്നിലേക്ക് നിരക്കി അവൾ അവനിൽ നിന്നും അകന്നു മാറി. അതിനനുസരിച്ച് തന്റെ കസേര മുന്നിലേക്ക് നീക്കിയിട്ട് അവൻ വീണ്ടും ഒരിക്കൽ കൂടി അവളുടെ കാലിൽ തോണ്ടി. എനിക്ക് ഉറക്കം വരുന്നു. ആരോടൊന്നില്ലാതെ അവൾ പുലമ്പി. എങ്കിൽ പോയി കിടന്നുറങ്ങ്. അവന്റെ നേരെ നോക്കാതെ അവൾ എഴുന്നേറ്റ് അകത്തേക്ക് കയറിയപ്പോ സേതുവും പിന്നാലെ എഴുന്നേറ്റു. മുകളിലത്തെ മുറിയിൽ ആദ്യത്തേതിന്റെ വാതിൽ തുറന്ന് അവൾ അകത്തേക്ക് കയറിയപ്പോ സേതു ആ വാതിൽക്കൽ നിന്നു. ഇതെന്താ ഇങ്ങോട്ട് കയറിയത്? അവൻ ചോദിച്ചു. ഞാനിന്ന് ഇവിടെയാ കിടക്കുന്നേ. അത് ശരി. പിന്നിൽ നിന്നും അവൻ പറഞ്ഞത് കേൾക്കാത്ത മട്ടിൽ അവൾ കിടക്കയിലേക്ക് കയറി. എന്നിട്ട് അങ്ങേ വശത്തേക്ക് നിരങ്ങി നീങ്ങി അങ്ങോട്ട് മുഖവും തിരിച്ച് ഒറ്റ കിടപ്പങ്ങ് വെച്ചു കൊടുത്തു. അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഒരുത്തൻ വന്നിരുന്നതിന്റെ അയത്തിൽ കട്ടിലൊന്ന് ഞെരങ്ങിയപ്പോ റോസ് ചിരി കടിച്ചു പിടിച്ചു. പുറകിൽ അവൻ കിടക്കയിലേക്ക് ചായുന്നതിന്റെയും തിരിയുന്നതിന്റെയും അനക്കങ്ങളും ശബ്ദങ്ങളും കേട്ടെങ്കിലും അവൾ കണ്ണുകൾ തുറക്കാൻ പോയില്ല. പിന്നിലേക്ക് അമർന്നവന്റെ കൈ പെട്ടെന്നാണ് അവളെ ചുറ്റി വരിഞ്ഞത്. വീടെന്നെ. അവൾ കുതറാൻ ശ്രമിച്ചു. സ്നേഹിക്കാൻ പറ്റാത്തവളെയൊക്കെ കെട്ടിപ്പിടിക്കുന്നത് എന്തിനാ? ഓ അതോ, അതെ, പണ്ട് ഇവിടെ ഒരു മുതുമുത്തച്ഛൻ തൂങ്ങി മരിച്ചിട്ടുള്ളതാ. ഇനി രാത്രി അങ്ങേരെങ്ങാനും വന്ന നീ പേടിക്കണ്ടല്ലോ എന്നോട് കെട്ടിപ്പിടിച്ചതാ. അവന്റെ കൈ തട്ടി മാറ്റി ചാടി എഴുന്നേറ്റവൾ ഇരുട്ടിലേക്ക് പകച്ചു നോക്കി. ഉള്ളതാന്നോ സേതുവേട്ടാ? ചുമ്മാ പറഞ്ഞതാ കൊച്ചെ, കിടന്നുറങ്ങാൻ നോക്ക്. ഓ ഇങ്ങനെ ഞാൻ. കമഴ്ന്ന് കിടന്ന് ചിരിക്കുന്ന അവന്റെ മുതുകിൽ കൈ വീശി അടിച്ചുകൊണ്ട് അവൾ കെറിവിച്ചു. പിറ്റേ ദിവസം കാലത്ത് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുതുശ്ശേരിയിൽ നിന്നും വൃശ്ചികയുടെ ഫോൺ വന്നത്. ഫോൺ എടുത്ത റോസ് ചിരിക്കുന്നതും ഞങ്ങൾ വരാമെന്നൊക്കെ പറയുന്നതും കേട്ട് സേതുവും ശങ്കരന്മാരും കാര്യം മനസ്സിലാവാതെ പരസ്പരം നോക്കി. വൃശ്ചികയും രഘുവേട്ടനും ഇന്ന് വരുന്നുണ്ടെന്ന്. ഫോൺ വെച്ചിട്ട് തിരിഞ്ഞവൾ പറഞ്ഞത് കേട്ട് ഇത്രേ ഉള്ളോ എന്ന ഭാവത്തിൽ സേതു കഴിക്കാൻ തുടങ്ങി. ഹോസ്പിറ്റലിൽ പോയി കുഞ്ഞിനെ കാണാനാകും അവള് ധൃതി പിടിച്ചു വരുന്നത്. ശങ്കരന്മാരാർ പറഞ്ഞത് കേട്ട് വിലങ്ങനെ തലയാട്ടിക്കൊണ്ട് അവൾ തിരികെ വന്നിരുന്നു. അത് മാത്രമല്ല ചാ, അവളിന്ന് വീണ്ടും തുണിക്കടയിൽ ജോയിൻ ചെയ്യുകയാന്ന്, അവിടത്തെ അഡ്മിന്റെ ചാർജായിട്ട്. ആഹാ, അത് കൊള്ളാലോ, സേതു പറഞ്ഞു. അപ്പോ അവളുടെ മടിയൊക്കെ മാറിയോ? അതൊക്കെ രഘുവേട്ടൻ ഒറ്റ ദിവസം കൊണ്ട് തന്നെ മാറ്റിയെന്ന് തോന്നുന്നു. അതും പറഞ്ഞ് റോസ് ചിരിച്ചപ്പോ സേതു അവളെ നോക്കി കണ്ണുകൾ ചുരുക്കി. അവളത് കാണാത്ത മട്ടിൽ പറഞ്ഞു. ഇന്ന് കാലത്ത് 11 മണിക്ക് അവൾ അവിടെ ഉണ്ടാകും അത്രേ. നമ്മളോട് വരുമെന്ന് ചോദിച്ചു. പിന്നെന്താ, പോകാലോ. സേതു സമ്മതിച്ചതും അവൾ സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. റോസിന്റെ ആഗ്രഹപ്രകാരം സേതുവിന്റെ എസ്റ്റിയിലാണ് അവർ പുതുശ്ശേരി ടെക്സ്റ്റൈൽസിലേക്ക് യാത്ര തിരിച്ചത്. 10:45 അവരവിടെ എത്തി. പാർക്കിങ്ങിലേക്ക് ബൈക്ക് കയറ്റാൻ പോയപ്പോ സെക്യൂരിറ്റിക്കാരൻ അടുത്തേക്ക് വന്നു. സാറേ, അതെ, ബൈക്ക് റോഡിനപ്പുറത്തുള്ള പാർക്കിങ്ങിലേക്കൊന്ന് വെച്ചേക്കട്ടോ. ഇവിടെ പാർക്കിംഗ് ഒന്ന് ഫുള്ളാ, ഇന്നൽപ്പം തിരക്കുള്ള ദിവസമാണേ. ഓ ശരി ചേട്ടാ. സെക്യൂരിറ്റിക്കാരനോട് ചിരിച്ചിട്ട് സേതു ബൈക്ക് തിരിക്കുമ്പോ പണ്ടൊരിക്കൽ അമ്മച്ചിയോടൊപ്പം വന്നപ്പോ സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞ ഇതേ വാക്കുകളായിരുന്നു റോസിന്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത്. അവളുടെ കൈകൾ സേതുവിന്റെ തോളിൽ മുറുകി. അവൻ കണ്ണാടിയിൽ കൂടി അവളെ ഒന്ന് നോക്കി. ഒന്നുമില്ലെന്ന് അവൾ തലയിളക്കി. റോഡിനപ്പുറത്തുള്ള പാർക്കിംഗ് ഏരിയയിലേക്ക് സേതു വണ്ടി ഒതുക്കുമ്പോൾ പിന്നിൽ നിന്നും ഇറങ്ങിയ റോസ് റോഡരികിൽ വന്നു നിന്നുകൊണ്ട് അപ്പുറത്തുള്ള ടെക്സ്റ്റൈൽസിലേക്ക് നോക്കി. താൻ പണ്ട് സ്കൂട്ടർ ഒതുക്കുന്ന സമയത്ത് അമ്മച്ചി റോഡ് ക്രോസ് ചെയ്യാൻ നിന്ന കാര്യമാണ് അവൾ അപ്പോൾ ഓർത്തത്. റോഡിന്റെ അങ്ങേ വശത്ത് ടെക്സ്റ്റൈൽസിന്റെ ഗ്ലാസ് ഡോർ തുറന്ന് വൃശ്ചിക പുറത്തേക്ക് ഇറങ്ങുന്നത് റോസ് കണ്ടു. റോഡിന്റെ ഇങ്ങേ വശത്ത് നിൽക്കുന്ന റോസിനെ നോക്കി അപ്പുറത്തു നിന്നും വൃശ്ചിക കൈവീശി. എന്തോ ഒരു ഉൾപ്രേരണയാൽ തിരികെ കൈവീശിക്കൊണ്ട് റോസ് റോഡിലേക്ക് കാൽ വെച്ചു. ബൈക്കിന്റെ ഹാൻഡിൽ ലോക്ക് ചെയ്തിട്ട് സേതു അവൾക്കരികിലേക്ക് വരികയായിരുന്നു. റോഡിലേക്കുള്ള രണ്ടാമത്തെ കാൽവെപ്പിൽ മുന്നിൽ എന്തോ ഒരു പ്രകാശം മിന്നിയതുപോലെ റോസിന് തോന്നി. ഒപ്പം അമ്മച്ചിയുടെ റോസയെന്നുള്ള വിളിയും അവൾ വ്യക്തമായി കേട്ടു. മുന്നിലേക്ക് വെക്കാൻ തുടങ്ങിയ കാൽ പിൻവലിച്ചുകൊണ്ട് അവൾ അവിടെ മരവിച്ചു നിന്നു. ഭയാനകമായ ശബ്ദത്തിൽ ഹോൺ മുഴക്കിക്കൊണ്ട് ഒരു ജീപ്പ് അവൾക്ക് തൊട്ടരികിലേക്ക് പാഞ്ഞു വന്നു. ആൾക്കാരുടെ ആക്രോശങ്ങളും അങ്ങേ വശത്തു നിന്നുള്ള വൃശ്ചികയുടെ കരച്ചിലും അവൾ കേട്ടു. പിന്നിൽ നിന്നും സേതു അവളെ പൊക്കി ഉയർത്തി മാറ്റി കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും ഹോൺ മുഴക്കിക്കൊണ്ട് തന്നെ ആ ജീപ്പ് കടന്നുപോയി. വിളറി വെളുത്ത മുഖവുമായി നിശ്ചലയായി അവൾ സേതുവിനെ നോക്കി നിന്നു. റോസേ,
മോളെ പേടിക്കല്ലേ, ഒന്നും പറ്റിയില്ല നിനക്ക്. അവളുടെ കവളിൽ തട്ടിക്കൊണ്ട് അവൻ വിളിച്ചത് ആദ്യമൊന്നും അവൾ കേട്ടില്ല. ഒടുവിൽ വല്ലാത്തൊരു പൊട്ടിക്കരച്ചിലോടെ അവൾ അവന്റെ നെഞ്ചിലേക്ക് വീണു. ഓടിക്കൂടിയവരെല്ലാം കുഴപ്പമൊന്നുമില്ലെന്ന് കണ്ട് ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു. സാരമില്ല കേട്ടോ, പോട്ടെ. ആശ്വസിപ്പിച്ചുകൊണ്ട് പൊതിഞ്ഞു പിടിച്ച് തലോടുമ്പോഴും അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ എന്ന ചിന്തയിൽ ദേഹമാസകലം വിറച്ചു നിൽക്കുകയായിരുന്നു സേതു. മുമ്പത്തെ പോലെയല്ല, ഇപ്പൊ എനിക്ക് മരിക്കാൻ പേടിയാ സേതുട്ട. അവന്റെ നെഞ്ചിൽ മുഖമിട്ടുരച്ച അവളിൽ നിന്നും കണ്ണീരിൽ കുതിർന്ന വാക്കുകൾ ചിതറി വീണു. മരിച്ചു പോയാ പിന്നെ നിങ്ങളെയൊക്കെ കാണാൻ പറ്റില്ലെന്ന് ഓർക്കുമ്പോ ജയിക്കാൻ പറ്റുന്നില്ല. വിട്ടുകളയല്ലേ എന്ന പോലെ അവനെ ഇറുക്കെ പിടിച്ച് പൊട്ടിക്കരയുന്നവളെ ആശ്വസിപ്പിക്കുന്ന വാക്കുകളേക്കാൾ സ്വാതന്ത്ര്യമായിട്ട് അവന്റെ ചുണ്ടുകൾ അപ്പോൾ അവളുടെ നെറുകയിൽ അമർന്നു. തുടരും. താളം അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുത്തേക്കണേ. താങ്ക് യു. See you soon.